ഹലോ ഗായ്സ്, ഏട്ടൻ ജിമ്മിന് പോയി തുടങ്ങിയതിന് ശേഷം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊന്നും ഏട്ടൻ കഴിക്കാറില്ല. ഏട്ടന് സ്പെഷ്യൽ ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് ഏട്ടൻ്റെ ലഞ്ച് പ്ലാൻ എന്താണെന്ന് നോക്കിയാലോ. ജിമ്മിന് പോയി തുടങ്ങിയ പിറ്റേന്ന് തന്നെ സാധാ റൈസ് ഫാറ്റാണെന്ന് പറഞ്ഞാൽ ഒഴിവാക്കി, പകരം ബിരിയാണി റൈസ് കൊണ്ടുവന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ് മാത്രമേ എടുക്കാറുള്ളൂ. ഏട്ടൻ്റെ ഡയറ്റ് പ്ലാനും കാര്യങ്ങളും 100 ഗ്രാം 50 ഗ്രാം എന്തൊക്കെ പറയുന്നത്, എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു അളവൊക്കെ എടുത്ത് തന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ് മാത്രമേ അരി എടുക്കാറുള്ളൂ. അതാവുമ്പോൾ ഏട്ടൻ്റെ കണക്കിന് 100 50 ആകും എന്ന് പറയുന്നു. അപ്പോൾ അത് ആദ്യം തന്നെ കഴുകി നല്ല വൃത്തിയാക്കി നമ്മുടെ ചെറിയ കുക്കറിനകത്തോട്ടിട്ടു. അതിനുശേഷം നമ്മുടെ ഏട്ടൻ്റെ ചിക്കൻ, ഇത് കടയിൽ നിന്ന് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രം വാങ്ങിച്ചിട്ട് ഏട്ടൻ നല്ല മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുന്നതാണ്. എനിക്ക് വലിയ പണിയൊന്നുമില്ല, ഞാനതെടുത്ത് കുക്കറിനകത്തിട്ട് അതും 100 ഗ്രാം അളവുണ്ട്. ഞാനൊരു ഏട്ടനൊക്കെ പറക്കിയിടും പീസ്. അപ്പോൾ അതെടുത്തിടുക. അത് ഏട്ടൻ മുളക് പൊടിയും മറ്റേ മസാല, മല്ലിപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഉള്ള സംഭവങ്ങളെല്ലാം നന്നായിട്ട് ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഞാനെടുത്തിട്ടാൽ മതി, ഡെയിലി തീരുമ്പോൾ പിന്നെ വാങ്ങിച്ചിട്ട് ഏട്ടൻ മിക്സ് ചെയ്ത് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കും. അതുകൊണ്ട് എനിക്ക് വലിയ പണിയില്ല, അതെടുത്തിടുക എന്നൊരു ജോലി മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കിടക്കുന്ന കരൾ പീസ് അതെനിക്കുള്ളതാണ്. പിന്നെ അതെനിക്ക് കരൾ ഭയങ്കര ഇഷ്ടമാണ്, ചിക്കൻ്റെ കരൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഏട്ടനിങ്ങനെ എനിക്ക് തരും, ഏട്ടനത് കഴിക്കാറില്ല. പിന്നെ നമ്മുടെ ലെഗ് പീസ് ആദ്യമൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാനിങ്ങനെ അടിച്ച് മാറ്റുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അടിച്ച് മാറ്റാൻ തുടങ്ങിയോണ്ട് ഏട്ടൻ ലെഗ് പീസും കട്ട് ചെയ്ത് അതിന് ചെറുതാക്കി വരുന്നു. കണ്ടോ ഗൈസ്, ലെഗിൻ്റെ പകുതിയൊന്നും കാണാനില്ല. ഞാൻ അടിച്ച് മാറ്റാൻ തുടങ്ങിയതിന് ശേഷമാണ് ലെഗിൻ്റെ നീളം കുറഞ്ഞ് വരുന്നത്. പോട്ടെ, അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എത്രയാണോ റൈസ് എടുത്തത് അതിൻ്റെ തന്നെ കുറച്ചും കൂടെ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കും. എങ്ങാനും വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി ഞാൻ വെള്ളം പറ്റിച്ചൊക്കെ എടുക്കും. ഏട്ടനാകുമ്പോൾ കറക്റ്റ് കണക്കറിയാം, കറക്റ്റ് സെറ്റ്. അപ്പോൾ തന്നെ അങ്ങനെ വെള്ളമൊക്കെ പറ്റി കറക്റ്റ് കിട്ടും. ഞാനുണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് പറ്റും, പക്ഷേ ഞാനതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം നമുക്കിത് വേവിക്കാൻ വെക്കാം. സംഭവം ഇത് വെന്ത് കഴിയുമ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുഴിമന്തി കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, സംഭവം സെയിം അത് തന്നെ, ആ ഒരു ടേസ്റ്റ് തന്നെ. പക്ഷേ എനിക്ക് കുഴിമന്തി എന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്തൊരു സാധനം, അതിൻ്റെ മണം കേൾക്കുന്ന പോലും എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമല്ല സംഭവം. ചിക്കൻ ഞാൻ ചിലപ്പോൾ എടുത്ത് അതിൻ്റെ കഴിക്കാറുണ്ട്, പക്ഷേ ആ റൈസും അതിൻ്റെ മണമൊന്നും എനിക്ക് അത്രയും പിടിക്കത്തില്ല. അത് കണക്ക് തന്നെ ഇത് വേവുമ്പോൾ ഉള്ള മണം എനിക്കിഷ്ടമല്ല. ഏട്ടൻ കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കും ചില സമയത്തൊക്കെ, കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ട്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടനും പിള്ളേരും കൂടെ ഇതൊക്കെ കഴിച്ചോളും. ഞാനിത് കഴിക്കുന്നതിൻ്റെ സ്ഥലത്തോട്ട് പോലും പോകാറില്ല. പിന്നെ ഇതിൻ്റെ കരളും ലെഗും ഞാനങ്ങ് ചിക്കൻ ആയിട്ട് കരൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ടും ലെഗും കരളും ഞാൻ അടിച്ച് മാറ്റും. അപ്പോൾ ഏട്ടൻ്റെ കുഴിമന്തി എന്ന് വേണം പറയാം. ഏട്ടൻ്റെ ഡയറ്റ് പ്ലാൻ ലഞ്ച് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് വേറൊരു സംഭവം കൂടി ചെയ്യാനുണ്ട്. കുക്കുംബറും ക്യാരറ്റും അരിയണം. അതും കൂടി ഏട്ടൻ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ കഴിക്കാറുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് നല്ല കഴുകി